പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വീടിൻ്റെ മുകളിൽ കയറി, സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കയറി ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇരുന്ന് അവിടുത്തെ പുറത്തേക്ക് ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാ. ചെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കാലൊടിഞ്ഞു. പഠിക്കാൻ ഇനി വെറും 1.5 മാസമേ ഉള്ളൂ. ഇതിനകത്ത് 3 ആഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. കാല് കെട്ടിയിട്ട് ബെഡിലിട്ടു, അനങ്ങാൻ പോലും പറ്റില്ല. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ വന്നേക്കുന്നത് ഒരു ഭയങ്കര വിഷമം തോന്നുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾ ന്യൂസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മരണം അല്ലേ. ഭയങ്കര നമ്മൾക്ക് എന്താ പറയുക, ആ മോളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടുന്നൊരു വാക്കുകളാണ് ആ പൊന്നുമോൾ പറയുന്നത്. നമുക്കത് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കുന്നൊരു വാക്കുകളാണ് ആ പൊന്നുമോളുടെ. 24 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ആ പൊന്നുമോളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ്, മനസ്സിലേക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ആ പൊന്നുമോളാണ് വയനാട് വെച്ച് അപകടത്തിലൊരു കുഴിയിലോട്ട് മറിഞ്ഞിട്ട് മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ ആ പൊന്നുമോൾ ഒരുപാട് എന്താ പറയുക, ഡോക്ടറാകാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഡോക്ടറിന് കിട്ടുകയും MBBS കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താ പറയുക, തോറ്റ് മുന്നോട്ട് വന്നൊരു മോളാണ്. അപ്പോൾ ആ മോളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, തോറ്റ് നമ്മൾ പിന്മാറി നിൽക്കേണ്ട ഇതല്ല, നമ്മൾ തോറ്റാലും വീണ്ടും വിജയിക്കും എന്നൊരു ഇതാണ് ആ മോളുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവൾ പറയുന്നത്, അവളുടെ ഉമ്മ ഹോസ്പിറ്റലായ സമയത്ത് ഡോക്ടറെല്ലാം കൈയൊഴിഞ്ഞ സമയത്ത് ഡോക്ടർ ഇനി ജീവിക്കില്ല. അപ്പോൾ ഡോക്ടർ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തോന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യും, ആസീൻ ഓതാനും കലിമ ചെല്ലാനൊക്കെ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജാണ്, ഉമ്മ മരിക്കാനായി എന്നുള്ളൊരു ഇതാണ്. വിധി എഴുതി, ഇനി ഒരു ശതമാനം പോലും ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി. അപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് പറയുന്നത്, ഒന്നും നോക്കണ്ട, നമുക്ക് ഒരു ഇതും കൂടെ ചെയ്ത് നോക്കാം. ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ജീവനാണെങ്കിലും മരണമാണെങ്കിലും അത് നമുക്ക് നോക്കാം. ഈ ഒരു ഇതും കൂടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് ലാസ്റ്റ് ഒരു ഇതാണ്, ഈ ഒരു അവസരമാണ്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ എന്തൊരു കൺസൾട്ടൻറ്റ് ലെറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാതെ തന്നെ ഡോക്ടർ അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ഉമ്മ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും മോൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു വാശി കേട്ടോ. പക്ഷേ ഈ മോള് പറയുന്നത് ഭയങ്കര പഠിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ല, അല്ല ഒരു മിഡിൽ ഇതായിട്ടുണ്ട്. അപ്പം ഇവള് ഡിഗ്രിക്കോ +2 പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ തന്നെ പറയത്തില്ല, ഇവള് മോഡൽ എക്സാമിന് തോറ്റുത്ര. +2 പഠിക്കുന്ന സമയത്ത് മോഡൽ എക്സാം എഴുതിയിട്ട് ഇവൾക്ക് മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഈ സ്കൂളിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് നീ കളയരുത്, നീ ദയവ് ചെയ്ത് നിനക്ക് ഫുൾ A+ കിട്ടുന്നെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിൽ കൂടെ നീ എന്താ പറയുക ജസ്റ്റ് പാസ്സെങ്കിലും വാങ്ങിക്കണം, ഞങ്ങൾ നാണം കെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത്ര. അവള് +2 കഴിഞ്ഞു. +2 പിന്നെ അത്യാവശ്യം മാർക്കോട് കൂടി +2 പാസ്സായി. പിന്നെ അവള് MBBS പിന്നെയാണ് ഇങ്ങനെയുള്ളതൊക്കെ വന്ന് പിന്നെ MBBS ഇത് കിട്ടി. പിന്നെ അവൾക്ക് ഹൈദരാബാദിലാണ് കിട്ടിയത്. അപ്പൊ ഉമ്മാന്റെ അസുഖങ്ങൾ കൊണ്ട്, ഇവള് മൂത്ത മോളാണ്, ഉമ്മാന്റെ അസുഖങ്ങളും കാരണങ്ങളും കൊണ്ട് ഇവൾക്ക് പോവാൻ താല്പര്യമില്ല. ഹൈദരാബാദ് പോയില്ല, ഹൈദരാബാദ് അഹമ്മദാബാദ് അങ്ങനെ എന്തോ അവിടെ പോയില്ല. ഉമ്മാന്റെ അടുത്തുള്ള ആ സ്നേഹം, നമുക്ക് മൂത്ത മക്കൾക്കാണല്ലോ ഉമ്മമാരുടെ അടുത്തുള്ള ഒരു ഇത്. പക്ഷെ ആ മോള് പോവാതെ ഇവിടെ നിന്നു. പിന്നെ വേറൊരു സാറാണ് ഇവിടെ ട്യൂഷനൊക്കെ എടുത്തിട്ട് ഇവൾക്ക് ഡോക്ടർ ആവണമെന്നുണ്ട്, പക്ഷെ ഉഴപ്പല്. അപ്പോൾ ആ സമയത്താണ് വാപ്പ പറഞ്ഞത്, മോളെ പിന്നെ ആ MBBS കിട്ടിയ ശേഷം ഇവള് എന്താ പറയുക, MBBS കിട്ടുന്ന സമയത്ത് നമുക്ക് അവളുടെ ആങ്ങളെ പറയത്ര, നമുക്കിവിടെ പന്തൽ ഇട്ടിട്ട് നിന്റെ ഇത് നല്ല ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് പറയത്ര. പക്ഷെ അതിൽ ആഘോഷത്തിന്റെ പന്തലിട്ടത് അവളുടെ ബ്രദറിന്റെ മയ്യത്താണ് കൊണ്ടുവച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെയും ഒരു ദുരന്തം. ആ സമയത്ത് ഇവള് കരഞ്ഞ് അവൾക്ക് എന്താ പറയുക ഡിപ്രഷൻ സ്റ്റേജിലായിപ്പോയി. ബ്രദറിന്റെ മരണം അത് അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ തളർന്നിങ്ങനെ ഇരിക്കാൻ പാടില്ല, നീ ഇപ്പോൾ നമുക്ക് ഡോക്ടർ ശരി അത് ഒരു ഭാഗത്ത് ഇരിക്കട്ടെ, നിന്റെ ലക്ഷ്യമാണ് അത് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ, നീ ഡിഗ്രിക്ക് ചേരണമെന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ സമ്മതപ്രകാരം ഡിഗ്രിക്ക് ചേർന്നു. അവള് ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്കും ഇതുപോലെ തന്നെ ഉഴപ്പലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഏതൊരു സാറ് വന്നിട്ട് എന്തോ ഇവിടെ നല്ലൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് ലക്ഷ്യത്തിനാണ് ഇവിടെ വന്നത്, ഡിഗ്രി ആണോ നിന്റെ ലക്ഷ്യം അതോ ഡോക്ടറാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പല ഇതും പറഞ്ഞ് പിന്നെ അവൾക്ക് എന്താ പറയാ, ആ സാറ് തന്നെ ഇവളിനെ മോട്ടിവേഷൻ ചെയ്ത് ഇവൾക്കൊരു ആഗ്രഹം കിടക്കുന്നുണ്ട്, ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇവളുടെ ആ ഇത് അവളുടെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ഇതാണ്, ഡോക്ടർ ആവണം തന്നെയാണ് വാശി. ഡിഗ്രിക്ക് പോകാൻ പറയുമ്പോഴും ഒന്നും കേൾക്കില്ല, എനിക്ക് ഡോക്ടറാണ്, എങ്ങനെ ഡോക്ടറാണ്, അങ്ങനെ പറഞ്ഞ് പറയൂ അത്ര.
അങ്ങനെ എന്തായാലും MBBS കിട്ടി. അങ്ങനെ അതിനൊക്കെ ചേർന്ന് ട്യൂഷനൊക്കെ പോയി അങ്ങനെ ഇതായി. പിന്നെ എന്താ പറയാ, പിന്നെ അവള് എല്ലാരും പറയത്ര ഇവള് പഠിക്കൊന്നുമില്ല, ഇവളെ കല്യാണം കഴിച്ചു വിട്, ഇവൾക്ക് വെറുതെ ചുമ്മാ അങ്ങനെ പൈസ കളയാൻ നിർത്തണ്ട, അത്രയും പ്രായമായില്ല, കെട്ടിച്ചു വിട് എന്ന് പറയും. അപ്പൊ ഇവൾക്ക് മനസ്സിൽ ആ ഒരു ഇത് വന്നു, പഠിക്കണം എന്നുള്ളൊരു വാശി വന്നു. പിന്നെ അങ്ങനെ അവള് പഠിച്ചു, MBBS കിട്ടി. അങ്ങനെ ട്യൂഷന്റെ ഇതിൽ കൊണ്ട് MBBS കിട്ടി. അവള് ജയിച്ചു, MBBS ഇതായി, പാസ്സായി. പിന്നെ അവൾക്ക് എന്താ പറയുക, ബയോളജിയിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ കെമിസ്ട്രി ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഫിസിക്സ് എഴുതുന്ന സമയത്ത് അവൾക്ക് തലകറക്കം, എന്തോ അസുഖം ആയിട്ടാണ് എക്സാമിന് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. 2 എക്സാം എഴുതി, 3ാമത്തെ എക്സാമിന് അവൾക്ക് തലകറക്കം എന്തോ ആയി. അങ്ങനെ അത് വിട്ടു. പിന്നെ ആ ഒരു വർഷം പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ 2-3 വർഷം ഇവള് എഴുതിയിട്ട് തോറ്റു. അങ്ങനെ 2 വർഷം എന്തോ. പിന്നെ ഒരു പ്രാവശ്യമാണെങ്കിൽ ഇവള് എന്തോ ഒരു പേപ്പർ എടുക്കാൻ സമയത്ത് പേപ്പർ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എക്സാമിന്റെ സമയത്ത് പേപ്പർ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവള് സ്റ്റെയറിന്ന് എന്തോ വീണ് കാലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ ഒരു ഇതായിപ്പോയി. എല്ലാവിടെയും ഇവൾക്ക് തോൽവിയായിരുന്നു. എക്സാം എഴുതുന്ന സമയത്ത് തോൽവി. ആ സമയത്ത് 1 മാസം ഇവൾക്ക് എക്സാം എഴുതാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കിടന്നും ഇരുന്നൊക്കെ ആയിരുന്നു. അവൾ ഫുൾ കിടപ്പായി. കാല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊന്നും മറ്റുള്ള ഇതുപോലും മറ്റൊരാളുടെ സഹായത്തോടെയാണ് ഇവള് മറ്റുള്ളതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തത്. പ്രഭാത കർമ്മങ്ങളും ഇതൊക്കെ ചെയ്യാനും ഒരാളുടെ സഹായം വേണം. അങ്ങനെയായി. അതൊന്നും അവള് ഉയർത്തെഴുന്നേറ്റ് പിന്നെയും അവള് പഠിച്ചു. അങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ ഇവൾക്ക് വന്നു. പിന്നെ ഇവൾക്ക് തോറ്റുപോയി. ഇവളുടെ ഉഴപ്പലും കാര്യങ്ങളൊക്കെ ആയി തോറ്റുപോയി. എന്തായാലും ലാസ്റ്റ് എന്തായാലും MBBS കിട്ടി അവൾക്ക്. അങ്ങനെ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ പാവങ്ങളെ സഹായിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വിധി അവളെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് ഒരു സ്കൂട്ടർ അപകടത്തിന്റെ ഇതിൽ അവള് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. നല്ലൊരു ഇതുള്ളൊരു ആ മോളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് തട്ടുന്ന വാക്കുകളാണ് ആ മോള് പറയുന്നത്. വല്ലാത്തൊരു ഫീലിംഗ് കൂടെ. ആ 23 വയസ്സ് എന്ന് പറയുമ്പോൾ ആ 23 വയസ്സായ മോളുടെ ഒരു വർത്തമാനമല്ല അവള് പറയുന്നത്. എന്താ പറയാ, ഭയങ്കര പക്വതയോടുകൂടിയുള്ള വർത്തമാനം. അവളുടെ വാപ്പ തന്നെ പറയുന്നുണ്ട്. വാപ്പ എന്തോ ഒരു ഇതില് അറസ്റ്റിലൊക്കെ ആയിട്ട് ജയിലിലാണ്. അപ്പൊ മരിച്ചതിന് ശേഷമാണ് മരണ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വാപ്പ OU ബഷീർ എന്തോ ആണ് പേര്, വാപ്പാന്റെ OU അങ്ങനെ എന്തോ ആണ്, OU ബഷീർ എന്തോ ആണ് ആ വാപ്പാന്റെ പേര്. ആ വാപ്പ ഇതിലായിരുന്നു, ജയിലിലായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ശേഷം വാപ്പാന്റെ കുറച്ച് വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്താ പറയുക, 23 വർഷം ഒരു അമാനത്തിന് വേണ്ടി ഞങ്ങളുടെ മോളെ അള്ളാഹു ഞങ്ങളുടെ കയ്യിൽ തന്നു. ആ മോള് എല്ലാം നേടി. ഖുർആൻ മുക്കാലും ഓതി കുറേ മനപ്പാടമാക്കി. അതുപോലെ തന്നെ ഇബാദത്തുകളാണെങ്കിലും സൽക്കർമ്മങ്ങളാണെങ്കിലും വിദ്യാഭ്യാസങ്ങളാണെങ്കിലും എല്ലാം എന്നെക്കാളും മുകളിലായിരുന്നു എൻ്റെ മോള്. എന്നെക്കാളും ഒരു പടി മുകളിലായിരുന്നു എൻ്റെ മോള്. എന്നെ വെട്ടിച്ച് എന്നെക്കാളും എല്ലാതും കൊണ്ടും, മതപരമായുള്ള വിദ്യാഭ്യാസമാണെങ്കിലും എന്താണ് മറ്റുള്ള വിദ്യാഭ്യാസങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും എൻ്റെ മോൾ എന്നെക്കാളും മുകളിലായിരുന്നു. ആ പിതാവിൻ്റെ വാക്കുകളാണ്. അവൾക്ക് ഇനിയുള്ള ജീവിതം നല്ലതായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വാപ്പ മോളെ ഖബറിലേക്ക് വെക്കുന്നത്. അപ്പം അത് സഹിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കട്ടെ. ഇത്രയും ഇതും എന്താ പറയുക, അത്രയും തൻ്റെ ഇടും ഇതും ഉള്ളൊരു മോള്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു കാര്യത്തിന് പോലും തളർന്നിരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു നമ്മൾ തോറ്റു പോയി, നമ്മൾ പിന്നെ അത് നമുക്ക് അതിനോടുള്ള ഇത് പോയി. പക്ഷേ ഈ മോള് തോറ്റിട്ടും അതും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അവളുടെ ആ വാശിയായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. അവളുടെ ഉമ്മാനെ രക്ഷിച്ചത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു വാശി കൊണ്ടാണ് അവള് MBBS എടുത്തതും അതിൽ പാസ്സാവുകയും ചെയ്തു. ഒരുപാട് തോൽവിയിൽ നിന്ന് അവൾ ജയിച്ച് ഇതിൽ വന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ ഇതിൽ എന്താ പറയാ, അവൾക്ക് ദുനിയാവിലുള്ള ഇത് ഇല്ലാതെയായിപ്പോയി. അള്ളാഹുവിന് ഉത്തരം നൽകി അവൾ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും സ്വർഗം കൊടുക്കട്ടെ, അവൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാതെ നമുക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ മോളുടെ വാക്കുകൾ നമുക്ക് എന്താ പറയുക, ഇപ്പോഴുള്ള മക്കളത് കേട്ടിരിക്കേണ്ട വാക്കുകൾ തന്നെയാണ്. അത്രയ്ക്കും ഇതായിട്ടാണ് ആ മോളുടെ ഓരോരോ വാക്കുകളും പറയുന്നതും. ആ ഒരു സ്പീച്ച് നമ്മൾ കേട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട്ടിരിക്കുന്നത് പക്ഷെ ഇഷ്ടമല്ല. പക്ഷെ ഈ മോളുടെ ആ വാക്കുകളുണ്ടല്ലോ, ആ വാക്കിന്റെ ആ ഇതുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരിതാണ്. നമ്മൾ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ തോറ്റുപോകും. നമ്മൾ ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഇനി അത് പറ്റില്ല, ഞാനത് വിട്ടുകളയാൻ പോയി. പക്ഷെ ഈ മോൾ അതല്ല, എൻ്റെ ആ മനസ്സിലുള്ള ആ വാശി, അവൾക്ക് ചെയ്യണം, എൻ്റെ ഉമ്മാനെ രക്ഷിച്ചതുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള വാശി കൊണ്ട് അവൾ അത് നേടിയെടുത്തു. അപ്പോൾ ആ മോളത് തന്നെയാണ് പറയണത്. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ എപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മളത് മുന്നോട്ട് വരണം. നമ്മളത് 1-2 പ്രാവശ്യം തോറ്റ് നമ്മൾ പിന്മാറുകയല്ല ചെയ്യണം, നമ്മൾ മുന്നോട്ട് വരണം. ഇപ്പോഴുള്ള തലമുറയിലുള്ള മക്കളെല്ലാം
കേട്ടിരിക്കേണ്ട വാക്കുകളാണത്. ഇനിയും ഒരുപാട് മോട്ടിവേഷനും അതും ഇതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട, എല്ലാവർക്കും സഹായമാകേണ്ട ഒരു പൊന്നുമോള് തന്നെയായിരുന്നു ഫാത്തിമ തസ്കിയ. പക്ഷെ എല്ലാവരെയും കണ്ണീരാഴ്ത്തിക്കൊണ്ട് ആ പൊന്നുമോൾ ഇന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ആ പൊന്നുമോളുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എന്നെ പോലെ തന്നെ നിങ്ങളും ദുആ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കിട്ടണില്ല. മോളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ആ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മോളുടെ ആ വാക്കുകളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് വാക്കുകൾ. അപ്പോൾ അതെല്ലാം കേട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കേട്ടിട്ട് അതിൻ്റെ ഇതൊക്കെ പറയാം. മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ആ മോളിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ഇതായിട്ടുള്ള വാക്കുകളാണ് ആ പൊന്നുമോൾ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇത് ഞാൻ ഫസ്റ്റോ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങളത് കേട്ട് നോക്കുക. എന്നിട്ട് ഫുള്ള് വീഡിയോ വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് കുറച്ച് ഭാഗം ആ മോളുടെ ഒരു സ്പീച്ച് ഞാൻ ഇട്ട് തരാം. നിങ്ങളതൊന്ന് കേട്ട് നോക്കൂട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോകണം. അപ്പൊ ഈ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റൂല. കെമിസ്ട്രി വായിക്കാന്ന് വെച്ചാൽ പുസ്തകം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. വെറും 1.5 മാസമേ ഉള്ളൂ പഠിക്കാൻ. എന്തൊക്കെയോ ചെയ്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു. കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, 2 പ്രാവശ്യം ട്രൈ ചെയ്തില്ലേ, തോറ്റതല്ലേ, ഇനി പൊയ്ക്കോട്ടെ, ഇനി അവള് പോകുന്നോടെ പോയിക്കോട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു എന്ന് പറയിപ്പിക്കണം എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു.